+2ൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് നിങ്ങളുടെ മക്കളെ വിദേശത്തെ MBBS പഠിപ്പിക്കാൻ വിടാനാണ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻസേട്ടനും മിനിച്ചേച്ചിയും ഇവരുടെ മകൻ ഡോക്ടർ അമൽ വിൻസെൻ്റ് വിദേശത്ത് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ എക്സാമും കഴിഞ്ഞ് അതും പാസ്സായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്രയ്ക്ക് ഗുണം ചെയ്യും. അപ്പോൾ വിൻസേട്ടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? വിൻസേട്ടാ ആദ്യം തന്നെ ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ഡോക്ടർ അമൽ MBBSലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോയത് ഒന്ന് പറഞ്ഞത്? മോൻ്റെ വലിയൊരു ആഗ്രഹമാണ് MBBS എടുക്കണമെന്ന്. പിന്നെ ഞാനൊരു സാധാരണ തൃശ്ശൂർ ജില്ലയിലെ ഒരു മുതുവറ എന്ന് പറഞ്ഞ സ്ഥലത്ത് മീൻ കച്ചവടം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന്, ഒരു കൂലിപ്പണിക്കാരനായാലും ഒരു മീൻ കച്ചവടക്കാരനായാലും ഒരു മോനെ ഡോക്ടറാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അന്വേഷിച്ച് ഞാനാണ് കൂടുതൽ കുട്ടിയുടെ കൂടെ നടന്നായിരുന്നത്. കാരണം ആള് കടയിൽ പോയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. അപ്പം മോനും ഞാനും കൂടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അന്വേഷിക്കാൻ എങ്ങനെ പോകണം നമുക്ക്. അപ്പം പുറത്ത് പഠിക്കണമെങ്കിൽ നമുക്ക് പൈസ കുറവുണ്ടെന്നുള്ളതും അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കണമെന്ന് അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറേ കുട്ടികൾ പോയിട്ട് ഓരോ ബുദ്ധിമുട്ടുകൾ ചെന്ന് പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എവിടെ ചെന്ന് പെടണം അല്ലെങ്കിൽ ആര് വഴി പോകണം എന്നൊന്നും അറിയാണ്ടൊരു നടക്കലായി. അതെ അതെ. അങ്ങനെ ഞങ്ങള് ഇവന്റെ ആഗ്രഹം ഡോക്ടറാവണം. അപ്പൊ നമുക്ക് ഇനി ആ വഴിയിലേക്ക് എങ്ങനെ എത്തണം എന്നറിയാണ്ട് നമ്മൾ ഏത് ഏജൻസിയുടെ ഒരു മീറ്റിംഗ് വന്നാലും അതിനൊക്കെയും പോകും. ഒരു മീറ്റിംഗും വിട്ടിട്ടില്ല ഞങ്ങൾ. ഒരു വർഷത്തോളം ഇവരുടെയൊക്കെയും പിന്നെ എത്ര ഏജൻസിയിൽ പോയി എന്ന് വെച്ചാൽ പോലും ഞങ്ങൾക്ക് അറിയില്ല. അത്രയും പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ഏജൻസി ആയിട്ട് പോവാം നിൽക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ ഏജൻസി വഴി പോവണ്ട, നിങ്ങൾ അത് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും പേടിയായി തുടങ്ങി. കാരണം നമ്മൾ പൈസ എടുത്തു വെച്ചിട്ട് പോണതൊന്നുമല്ല, നമ്മൾ കടത്തിൻ്റെ മേലെ കടമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നപ്പോൾ ഞങ്ങളിങ്ങനെ മോനെ എന്നതിനും പഠിക്കാൻ വിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പോവാം എന്നുള്ളൊരു ഇതിൽ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊരു കുട്ടി ഇങ്ങനെ പോയിട്ടുണ്ട്, നിങ്ങളൊന്ന് ആ കുട്ടിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് സംസാരിച്ച് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു. അങ്ങനെ ചെന്നപ്പോഴാണ് ആ കുട്ടി ഹസൻ ഡോക്ടറെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നമുക്കറിയില്ല എന്നാരാ അപ്പോൾ ഡോക്ടറെ ഇങ്ങനെ ഹസൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളെയോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഫുൾ ഏജൻസി വഴിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. ഇങ്ങനെ ഈ കുട്ടി പറഞ്ഞ് അപ്പോൾ ആ കുട്ടിയുടെ അനുഭവങ്ങൾ നോക്കിയപ്പോൾ ആ കുട്ടി പറഞ്ഞു നിങ്ങൾക്ക് ഫുള്ള് ധൈര്യത്തോട് കൂടിയിട്ട് ആ ഡോക്ടറോട് പോവാം. ഞങ്ങൾക്കൊക്കെയും പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഞങ്ങളെ കൊണ്ടുപോയത് ആ ഡോക്ടർ അല്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഡോക്ടർ ഞങ്ങൾക്ക് അല്ല അപ്പം അന്നിട്ട് പോലും ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ആ ഡോക്ടർ ഞങ്ങൾക്ക് ഹെൽപ്പായിരുന്നു. അപ്പം നിങ്ങൾ ആ ഡോക്ടറുടെ വഴി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിടാൻ തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ കുട്ടിയെ നമ്പർ തന്നു. അപ്പോൾ ആ കുട്ടിയുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടി ധൈര്യമായി. അങ്ങനെ നമ്മൾ ആ ഡോക്ടറെ വിളിച്ചു. ഫസ്റ്റ് തവണയൊന്നും ഡോക്ടർ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു എനിക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞ വഴിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിന് ആ കുട്ടിക്കൊരു ആഗ്രഹം വേണം, അല്ലാണ്ട് അപ്പനമ്മമാരുടെ ഒരു നിർബന്ധം നമ്മൾ പോകരുത്. അപ്പം ഡോക്ടർ ഞാൻ അവനായിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് നോക്കാം നോക്കുമ്പോൾ നമ്മൾ ഡോക്ടറായിട്ട് പിന്നെ കോൺടാക്ട് ചെയ്ത് ഡോക്ടർ വന്നു. അവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം എന്ന് മനസ്സിലായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ആളായിട്ട് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോയി ഫസ്റ്റ് വർഷം തന്നെ ഡോക്ടർ കൂടെ പോയിട്ടുണ്ട് കുട്ടിയുടെ. അവൻ ചൈനയിലെ നിംസിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, എൻജുവ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഡോക്ടർ ചൈനയിലേക്ക് മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? അല്ലല്ല, ആള് പല രാജ്യങ്ങളിലേക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പിന്നെ വേൾഡ് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മുടെ സാമ്പത്തികത്തിനും നല്ലൊരു യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് ചൈന നല്ലതാണെന്ന് നമ്മൾ അന്വേഷിച്ചത് നമുക്കൊരു അറിവുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെയാണ്, അത് നല്ലതാണ്. പൊതുവെ എന്താ അറിയോ, ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും അതേപോലെ ഈജിപ്തും പിന്നെ ജോർജിയ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇപ്പൊ കൂടുതൽ പോയിക്കൊണ്ടൊക്കെ. ഇപ്പൊ ഡോക്ടർ എല്ലായിടത്തേക്കും ചെയ്യുന്നുണ്ട്. അന്ന് നമ്മളും ഒരു എയിം ചൈനയാണ് വെച്ചിരുന്നത്. കാരണം അവന്റെ കുറച്ച് ഫ്രണ്ട്സ് അതിന് മുന്നത്തെ ബാച്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവരൊരു പ്രത്യേകത ഡോക്ടർ ആ വീട്ടിൽ വന്ന് അതിന്റെ സിറ്റുവേഷനൊക്കെ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്, ഇവർക്ക് പറ്റാവുന്ന ഒരു ഫീസിൽ എങ്ങനെ ഈ കുട്ടീനെ പഠിപ്പിച്ചെത്തിക്കാം. അപ്പൊ നമ്മുടെ ലക്ഷ്യം ആളും കൂടി നമ്മുടെ ഒപ്പം നിൽക്കണം. അപ്പൊ നമുക്ക് ഈ ബഡ്ജറ്റിലെ ഒതുങ്ങുള്ളൂ. ഈ കുട്ടി ഇന്ന് വരെ നമ്മുടെ കൂടുതലുണ്ട്. ഇന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു ഫാമിലി എനിക്കിപ്പം ഒന്ന് വയ്യാണ്ടായി, ഡിസ്ക് ബൾജ്
നമുക്കൊരു വയ്യായി വന്ന ഫസ്റ്റ് ഡോക്ടറെയാണ് വിളിക്കുക. നമുക്ക് ഇനി ഏത് ഡോക്ടറെ കാണണം അല്ലെങ്കിൽ ഡോക്ടറെ ഇതിന് എന്തെങ്കിലും ഫാമിലി പോലെ ഫാമിലി പോലെ ആയി കഴിഞ്ഞു. അതെ അതെ അല്ലാതെ വെറും ഒരു അഡ്മിഷൻ അത്രയും ഒരു ബന്ധമാണ് അല്ലേ എന്തിനും ഇതിനും. അതുപോലെ നമുക്ക് കോവിഡ് വന്നിട്ട് കുട്ടി ഇവിടെ സ്ട്രക്കായി 2 വർഷം നിൽക്കേണ്ട സമയത്ത് പൊതുവെ എല്ലായിടത്തും നമുക്കൊരു ഇൻസൾട്ട് പോലെയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ തിരക്കായിട്ട് ചൈനക്ക് വിട്ടിട്ടല്ലേ എന്നുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് ഒപ്പം നിന്ന് ഡോക്ടർ നിങ്ങൾ പേടിക്കേണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്തു. അവിടുന്ന് ട്രെയിനിങ് കിട്ടിയപ്പോഴാണ് അവന് വേറൊരു ഹോസ്പിറ്റലിൽ കയറാനായിട്ടൊരു ധൈര്യം. ചാവക്കാട് കാജാര ഇതില് ഒരു 6 മാസത്തോളം ആ ഡോക്ടർ നമുക്ക് ഡോക്ടർ കോട്ടയ്ക്കൽ മിംസിൽ കൊണ്ടുപോയി അത്യാവശ്യം വേണ്ട ഒരു ട്രെയിനിങ് തന്നപ്പോൾ നമുക്ക് തന്നെ അന്വേഷിച്ച് വേറൊരു സ്ഥലത്ത് പോവാം, ഒരു ബേസിക് ആയി. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത് അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിൽക്കണം നമ്മൾ. അപ്പൊ നമുക്ക് പോയി വരാവുന്ന ഒരു ദൂരത്തിലേക്ക് നമ്മൾ തന്നെ ഇപ്പൊ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഓക്കെ ഇനി അങ്ങനെ നോക്കിക്കോന്നു. നമ്മളിപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോലെ കയറി. അങ്ങനെ അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ വിളിക്കും. നമുക്ക് ആളപ്പം തന്നെ അതിന് മെസ്സേജുകൾ എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ തരും. അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് നമുക്കൊരു പേടിയില്ലാണ്ട് ഇതുവരെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല ഇപ്പൊ മോൻ ധൈര്യമായിട്ട് പോവാം, പേടിക്കണ്ട. കാരണം നമ്മള് ഒരു ചതിയിൽ പെടുന്ന പേടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഏജൻസികള് അവര് അഡ്മിഷൻ എടുക്കും, അവരുടെ കാര്യം കഴിഞ്ഞു. പിന്നെ കുട്ടികൾ കിടന്നിട്ട് വെപ്രാളടിക്കലാണ്. നമുക്കും വ്യസനം, പിള്ളേർക്കും വ്യസനം. ഇത് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. എന്തുണ്ടെങ്കിലും ഇടപെടും. പലരും ചോദിച്ചു വരുന്നുണ്ട് എങ്ങനെയാ നിങ്ങൾ ഈ റൂട്ടിലേക്ക് എത്തിയ, ആര് വഴിയെ പോയെന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഏതൊരു വേറൊരു ഏജൻസിനെ കുറിച്ച് ചിന്തിക്കണേ ഇല്ല, നേരെ ഡോക്ടറുടെ പേര് പറയണേ. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ SOS എന്ന് പറഞ്ഞിട്ടൊരു തുടങ്ങിയിട്ടുണ്ട്. SOS കുറച്ച് ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് പഠനത്തിലും ഇവർക്കൊപ്പം കൂടെ നിന്നിട്ട് ഇന്ന പോലെ നിങ്ങൾ റൂട്ട് പോകണം, ഇന്ന പോലെ പഠിക്കണം, ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞു തരാനായിട്ടും, അതായത് അവിടെ കൊണ്ടുവന്ന് ചേർത്തല് മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് ഇന്നുവരെ ഒപ്പം ഉണ്ട്. ഇനിയിപ്പോ ഒരു കുട്ടി വന്ന എന്നോട്, ഒരു കുട്ടിയെ ഇപ്പൊ ഒരു ഫാമിലി വന്നപ്പോ നമ്മൾ ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുത്തേ. അപ്പൊ ഇന്നും അവർ സന്തോഷമായിട്ട് ആ ഡോക്ടറുടെ ഇതിൽ തന്നെയാണ്. ആ കുട്ടി ഇപ്പൊ 3rd year പഠിക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എപ്പോഴും നമുക്കിപ്പോ സമാധാനത്തിൽ സന്തോഷത്തിൽ ധൈര്യമായിട്ട് നിങ്ങൾ പൊക്കോ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഇന്ന് പറഞ്ഞു വിടാൻ ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് നല്ല ധൈര്യമാണ്. കിട്ടാം. കാരണം വിളിക്കാം. ബലടിക്കണ്ട കേട്ടോ. അത് കാരണം അവിടെ ഒരു യൂട്യൂബർ വന്നിട്ടുണ്ട്, കുട്ടിയായിട്ടൊന്ന് സംസാരിക്കാനാണ്. അപ്പം റേഞ്ച് ഇല്ലെങ്കിൽ അമ്മ ബോട്ടിയമ്മിൽ പറ്റണമെങ്കിൽ മോനിതൊന്ന് കട്ടാക്കിയിട്ടൊന്ന് വിളിച്ചോളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആണ്. ഇനി കുട്ടി പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. മോൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് അതൊന്ന് അറിയാനാണ്. ഞാൻ കൊടുക്കട്ടെ ഇടയിൽ. ഹലോ, നമസ്കാരം. എന്താ വിശേഷം? ഡോക്ടർ അമലിനെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ച. എന്താ പറയുന്നത്, നമ്മളെ വിൻസേട്ടൻ്റെ അടുത്തും ചേച്ചിയോടൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ MBBS പഠിക്കാൻ ഉണ്ടായ സാഹചര്യവും നിങ്ങളുടെ വഴികളും മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാവുക എന്നുള്ളതാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ഹസൻ ഡോക്ടറുമായിട്ടുള്ള ബന്ധം എന്ത് പറയുന്നു, ആ ഒരു എക്സ്പീരിയൻസ് മാത്രം ഒന്ന് പറയും. ഹസൻ ഡോക്ടറിനെ ഞാൻ ഫസ്റ്റിൽ മീറ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ചാ, ഞാനിപ്പോ പുറത്തു പോയിട്ട് മെഡിസിൻ പഠിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുറെ ഏജൻസിക്കാരെയും ആൾക്കാരൊക്കെ തപ്പി നടന്ന സമയത്ത് എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി അറിയാണ് ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ സ്റ്റുഡൻസിനെ അബ്രോഡ് കൊണ്ടുപോകുന്നുണ്ട്. മീറ്റ് ചെയ്ത് നോക്ക് നല്ലതാണ്, ആൾക്ക് ഭയങ്കര യൂസ് ഉണ്ടായിരുന്നു ആളെ കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആളെ ഫസ്റ്റിൽ മീറ്റ് ചെയ്യണത്. അവിടുന്നാണ് ഞങ്ങൾ ആളെ ഫസ്റ്റ് പരിചയപ്പെട്ട് പിന്നെ ആള് ഈ പുറത്തു പോകുന്നതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏത് കൺട്രിയാണ് ആ ടൈമിൽ ബെറ്റർ ആയിട്ട് നിൽക്കണേന്നും, അതുപോലെ ഇവിടെ നാട്ടിൽ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുമ്പോഴും അതുപോലെ ചൈനയിൽ പഠിക്കുമ്പോഴും, ചൈനയിൽ അല്ലെങ്കിൽ ഏത് കൺട്രിയാണ് അവർ ചൂസ് ചെയ്യുന്നത് ആ കൺട്രിയിൽ പഠിക്കുമ്പോഴത്തെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ ആ സമയത്ത് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെയാണ് ആളെ ഫസ്റ്റിൽ മീറ്റ് ചെയ്യണത്. ഇപ്പോഴും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണ്ടേ? ഉണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആള് ഡോക്ടറും കൂടി ആയ കാരണം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആളെ എപ്പോ വേണമെങ്കിൽ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന്
ഗൈഡ് ചെയ്യാനായിട്ട് ആളുണ്ടായിരുന്നു. കോവിഡിന്റെ ടൈമിലൊക്കെ ഇഷ്യൂ വന്ന സമയത്ത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. വേറെന്തൊക്കെയാണ്? നല്ല തിരക്കിലാവണു അല്ലേ? തിരക്ക് വെച്ചാ നമ്മുടെ ഈ ഭാഗത്ത് റേഞ്ച് കുറവാണ്, അപ്പോ അതിന്റെ ഇഷ്യൂ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഫൈനൽ ഇയർ ആയ കാരണം ഞങ്ങള് ഗ്രാജുവേഷൻ ഒക്കെ ആവാൻ നിക്കാണ്, അപ്പോ അതിന്റെ കുറച്ച് ഇത് മാത്രം. ഓക്കെ. അപ്പൊ എന്തെന്നെ ആയാലും നിങ്ങളുടെ ഓരോ വാക്കുകളും ഇനി MBBS ചേരാൻ പോകുന്നവർക്ക് ഗുണകരമാവട്ടെ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് MBBS ചേരാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ചെറിയ കോഴ്സല്ല, ഈ കോഴ്സിന് അതിൻ്റെതായിട്ട് ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ നമ്മള് അത് കണ്ടറിഞ്ഞ് പഠിക്കുക, ബാക്കിയൊക്കെ അതിന്റെ പിന്നാലെ നടന്നോളും. ഹെൽപ്പ് ആക്കുന്ന ആൾക്കാര് ചുറ്റിനുണ്ടാവും, അവരെ കറക്റ്റ് ചൂസ് ചെയ്യാം. ഓരോ പറ്റിക്കപ്പെടുന്ന ഇതിലൊന്നും പോയി ചാടാണ്ട് കറക്റ്റ് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരെ സമീപിച്ച് മുന്നോട്ട് പോവാ. നമുക്ക് ഉത്തരവാദിത്തം പഠിക്കുന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആള് ചെയ്യണം. അപ്പോ അതിനെ പറ്റിയ ആളെ നമ്മൾ കണ്ടുപിടിച്ച് ഏൽപ്പിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഡോക്ടർ അമൽ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമുക്ക് ഹസൻ ഡോക്ടറിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കണോണ്ടൊന്നും കുഴപ്പമില്ല. ആളിപ്പോ നാട്ടിലല്ല, നമുക്ക് വാട്സപ്പിൽ എപ്പോ വിളിച്ചാലും ആളെ കിട്ടും. പക്ഷെ ആളിപ്പോ UK-ലാണ്, സെറ്റിലാണ് അവിടെ. അയ്യോ, ഞങ്ങൾക്ക് എപ്പോ വിളിച്ചാലും കിട്ടും. ഇനിയിപ്പോ ആള് ബിസി ആണെങ്കിൽ തന്നെ ആള് പറയും ഞാൻ ഇത്ര കഴിഞ്ഞിട്ട് വിളിക്കാം. ഇനിയിപ്പം നമുക്ക് വേറെ എന്തെങ്കിലും നാട്ടിലൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് നമുക്ക് പെരുമ്പാവൂർ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഫൈസൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ മോനിക്ക വരുന്ന കാര്യം ഞാൻ ഫൈസലിക്ക് അവിടെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ ഇന്ന് തൃശ്ശൂർക്ക് വരുന്നുണ്ട്, അപ്പൊ വരുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ആളും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഡോക്ടറുടെ, ഞങ്ങൾക്ക് ഹസൻ ഡോക്ടറുടെ നിന്ന് കിട്ടിയിട്ടുള്ള സേവനങ്ങൾ നമുക്ക് ആരോട് പറയാനും സന്തോഷമുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പം ഫൈസൽ ഡോക്ടർ ആയാലും. അപ്പൊ ആളിപ്പോ അങ്ങ് തൃശ്ശൂർ വരുന്ന കാരണം ഇവിടെ വരെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹലോ, അസ്സലാമു അലൈക്കും ഡോക്ടറെ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? നമ്മളുടെ വിൻസേട്ടനും മിനിച്ചേച്ചിക്കും ഡോക്ടർ അമലിന്റെ പാരന്റ്സിന് നിങ്ങളെ കുറിച്ച് എത്ര സംസാരിച്ചിട്ടും വായ്തോരാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്തറിയോ, ഇത് വെറും അമലിന്റെ പാരന്റ്സ് അല്ലെങ്കിൽ കുറച്ച് പാരന്റ്സിന് മാത്രം ഒതുങ്ങേണ്ട ഒരു സർവീസ് അല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു അഡ്മിഷൻ എടുത്തു കൊടുക്കുക, അതോടെ പരിപാടി കഴിഞ്ഞ് വിടുക എന്നുള്ളതല്ലാതെ അവരുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴും അവരുടെ ഫാമിലി മെമ്പറായിട്ട് ഇന്നും കൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ എത്ര കുട്ടികളെ നിങ്ങൾ ഇതുപോലെ അഡ്മിഷൻ എടുത്ത് ഇതേപോലെ കണക്ഷൻ ഉള്ള എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോ ഞാനായിട്ട് സ്വന്തം എന്റെ ഓർമ്മയില് 500-ൽ കൂടുതൽ അഡ്മിഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഉപരി എനിക്ക് പറയുകയാണെങ്കിൽ ഈ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ ഈ പിന്നെ ഓൾ ഓവർ ദ അബ്രോഡുള്ള കുട്ടികളെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പം പിന്നെ അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സമയത്ത് ഞാൻ അവരെ പിന്നെ ക്ലിനിക്കൽ ട്രെയിനിങ് കൊടുത്തിരുന്നു. അപ്പം ആ ഒരു ഇതിനാണ് നമ്മൾ മെയിൻലി ഹൈലൈറ്റ്. ഇപ്പൊ ഞാൻ കുട്ടികളുടെ പഠനമാണ് മെയിൻലി ഇത് നോക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് അവർ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ്ലി ഗൈഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു അക്യുറേറ്റ് ഒരു സ്പോട്ടിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ തെളിവാണ് ഇപ്പം അമലിന്റെ പിന്നെ ഡോക്ടർ ഫൈസലും ഒക്കെ നമ്മളെ കൂടെ ഉള്ളത്. അപ്പൊ ഡോക്ടറെ, നമ്മുടെ ഡോക്ടർ അമലിന്റെ പാരന്റ്സ് അവരിതപ്പോ ചൈനയിൽ നിന്ന് എടുത്തു, പിന്നെ നിങ്ങൾ ഇവിടെ കസാഖിസ്ഥാനും അതേപോലെ തന്നെ ജോർജിയയും ഈജിപ്തും ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡ്മിഷൻ എടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ UK-ലേക്ക്, ഓസ്ട്രേലിയക്ക് ഇവിടെയൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഒരു അപ്ഡേഷൻ ഒന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ അഡ്മിഷൻ അല്ല നമുക്ക് പിന്നെ ഫസ്റ്റ് ആയിട്ടുള്ളത്, അത് സെക്കൻഡറി വരുന്നുള്ളൂ. നമ്മൾ എങ്ങനെ ഈ എന്റെ മേഖലയിൽ എന്റെ ഫീൽഡിലുള്ള ഇപ്പൊ നാളെ അവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികള് അത് ഏത് രീതിയിൽ പോകണം, അവരുടെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഗൈഡൻസിലോട്ട് എത്തണം എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് നമുക്കുള്ളൂ. അപ്പൊ അതിന്റെ അഡ്വൈസ് ആണ് ഞാൻ മെയിൻലി പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഓസ്ട്രേലിയ, USA, പിന്നെ ഈ യൂറോപ്പ്, ഇപ്പൊ ഞാനുള്ള അടക്കമുള്ള യൂറോപ്പ് വരെ അവർക്ക് വരണമെങ്കിൽ വരാം. അപ്പൊ എന്റെ ഒരു അഡ്വൈസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് നമ്മളെ നാടാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ അത് ആദ്യം നമ്മളെ കയ്യില് പിന്നെ സെക്യൂർ ആയിരിക്കണം. അപ്പൊ അതിനുള്ള ഗൈഡൻസ് ഇപ്പൊ നാട്ടിൽ നമുക്ക് ഡോക്ടർ ഫൈസലായാലും, ഞാനില്ലാത്തതുകൊണ്ട് ഡോക്ടർ ഫൈസലായാലും അതിന്റെ ഹെൽപ്പ് കുട്ടികൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ വരുന്ന കുട്ടി ഇപ്പം എല്ലാരും ഇപ്പൊ ഞാൻ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്, യൂറോപ്പിൽ പോയി സെറ്റിൽ ചെയ്യാം, അവിടെ MBBS പഠിപ്പിച്ചാൽ. അപ്പൊ അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോ നമ്മളെ നാട്ടിലത്തെ ഓപ്ഷൻ പോക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിൽ 8 വർഷം വർക്ക് ചെയ്തത് കൊണ്ടും അവിടുന്ന് ഞാൻ ആസ്റ്ററിന്ന് റിസൈൻ ചെയ്യുമ്പോൾ അവരെന്നോട് പറഞ്ഞു ഡോക്ടർ ഹസൻ എപ്പം നാട്ടിലോട്ട് വരാൻ തോന്നിയാലും ഇങ്ങോട്ട് തന്നെ വരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമ്മളുടെ കുട്ടികൾക്കും ഉണ്ടാവും.
യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അവിടെ ഒക്കെ പോകുന്നവർക്ക് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ടാക്സ്, അവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നാട്ടില് നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നാട്ടിലെ ഒരു സെയിം അവസ്ഥയാണ് വരിക. അപ്പം ഇവിടെ സെറ്റിലായ പേരൻസിന്റെ മക്കളാകുമ്പോൾ ഓക്കെ, ബാക്കിയുള്ള നമ്മുടെ നാട്ടിലൊരു സാധാരണ ഉള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അവരെ. അപ്പം അതിലൊക്കെ ഉപരി ഇപ്പൊ ഞങ്ങളോട് അഡ്വൈസ് എടുത്ത് ഇപ്പം നിങ്ങൾ എങ്ങനെയുള്ള പിന്നെ പേരൻസ് ആണ്, എങ്ങനെയുള്ള കുട്ടികളാണ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം 100% സെക്യൂർ ആയിട്ട് അവരെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവരൊരു നല്ലൊരു ഡോക്ടറാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അപ്പൊ ഡോക്ടറെ താങ്ക് യു വെരി മച്ച്. കുറച്ച് തിരക്കായപ്പോ ജോലി കൊണ്ട് ഒരു ചെറിയൊരു സംഗതി കൂടി. അപ്പൊ ഡോക്ടർ എന്താ അറിയോ, നമ്മള് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതല്ല, ഈ വിദേശത്ത് പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കൾക്ക് ഡോക്ടറിന്റെ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിന്റെ നമ്പർ ഒന്ന് വീഡിയോയിൽ കൊടുത്തോട്ടെ. കൊടുത്തോളൂ. ഏത് സമയം അവർക്ക് മെസ്സേജ് അയച്ചിടാം, വാട്സപ്പ് അയക്കുന്നതായിരിക്കും നന്നാവുക. ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ കാണുമ്പോൾ അതിന്റെ റിപ്ലൈ ഞാൻ കൊടുക്കും. ഓക്കെ ഡോക്ടറെ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഡോക്ടർ ഫൈസൽ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. എങ്ങനെയാണ് നിങ്ങളും ഹസൻ ഡോക്ടറുമായിട്ടുള്ള ബന്ധം? അമലിന്റെ പാരന്റ്സ് പറഞ്ഞ പോലെ തന്നെ ഹസൻ ഡോക്ടറുടെ എനിക്കും നല്ലൊരു ബന്ധമുണ്ട്. ഞാൻ പഠിക്കാൻ നേരത്തെ തന്നെ ഹസൻ ഡോക്ടറുടെ ഒരു ബന്ധം ഉണ്ടായി. അത് പിന്നീട് ഓരോ ടോക്സ് ക്ലിനിക്കൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അങ്ങനെ ഹസൻ ഡോക്ടർ ഞാൻ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം എന്നെ ക്ലിനിക്കലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പുള്ളിയുടെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. ആ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് എക്സാമും. അപ്പോൾ ക്ലിനിക്കലും എക്സാമിനെ ഒരുമിച്ചാണ് പഠിച്ചത്. അതെനിക്ക് എക്സാമിന് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റി, എക്സാമിന് പാസ്സാവാൻ പറ്റി. നല്ലൊരു ബന്ധം ഹസൻ ഡോക്ടറായിട്ട് ഉണ്ട്. ഹസൻ ഡോക്ടറിൻ്റെ ഒരു ക്ലിനിക്കലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നതുകൊണ്ടാണ് എനിക്ക് എക്സാമിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാനും അത് കുറച്ചുകൂടി ഈസി ആവാനൊക്കെ നന്നായിട്ട് ഉപകാരപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ഈ ഇതേപോലെ അഡ്മിഷൻ കാര്യങ്ങളിലൊക്കെ ഹസൻ ഡോക്ടറിനെ ഒപ്പം തന്നെ സഹായിക്കലും അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കലും ഉണ്ട്? അതെ, അഡ്മിഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിദേശത്തോട്ടും ചെയ്യുന്നുണ്ട്, നാട്ടിലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ സ്റ്റുഡൻസിന് വന്ന സ്റ്റുഡൻസിനും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു കരിയർ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. അതെ. ഇപ്പോൾ പുതിയതായിട്ട് തന്നെ റൂൾസ് ഒക്കെ മാറിയിട്ടുണ്ട്. വിദേശത്ത് MBBS എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒരുപാട് റൂൾസ് മാറിയിട്ടുണ്ട്. അതൊന്നും പല ആൾക്കാരും പറഞ്ഞു കൊടുക്കാണ്ടാണ് അവിടേക്ക് അഡ്മിഷൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നാൽ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഡിഗ്രിക്ക് ഒരു വാല്യൂ ഇല്ലാണ്ടായി പോകും, അംഗീകാരം ഇല്ലാത്തൊരു ഡിഗ്രിയായി മാറും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ സ്റ്റുഡൻസിൻ്റെ പാരൻസിന് എന്താണ് NMC, എന്താണ് പുതിയ റൂൾസ്, അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ആരാണോ എന്താണോ പറയണ അത് വെച്ചിട്ട് മാത്രമാണ് അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കാണ്ടാവുമ്പോഴാണ് പിന്നീടാണ് പണി കിട്ടുക അല്ലേ? ഓക്കെ ഡോക്ടർ ഫൈസൽ. ഡോക്ടർ MBBS ചേരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്? MBBS അഡ്മിഷൻ ഇപ്പോൾ ആർക്കും വേണമെങ്കിലും എടുത്തു തരാൻ പറ്റും. പക്ഷേ അതൊരു വർക്കിംഗ് രജിസ്റ്റേർഡ് ഡോക്ടറിൻ്റെ അണ്ടറിലാവുമ്പോൾ നമുക്ക് എപ്പോഴും പുതിയ അപ്ഡേഷൻസ് കിട്ടും. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ ഭാവിയിൽ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും, ഓരോ സിലബസിനെ കുറിച്ച് അറിയാൻ പറ്റും, ബുക്സിനെ കുറിച്ച് റെഫർ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രജിസ്റ്റേർഡ് വർക്കിംഗ് ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവര് അപ്ഡേറ്റഡ് ആയിരിക്കും, ഈ ഡോക്ടേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കും. അതിനനുസരിച്ച് ഇവർക്ക് വരുന്ന പഠനവുമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഈ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അല്ലെ? വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാ വിവരങ്ങളും വിശദമായിട്ട് നമ്മുടെ വിൻസേട്ടനും മിനിച്ചേച്ചിയും അതേപോലെ തന്നെ ഡോക്ടർ ഫൈസലും വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്താ അറിയോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിദേശത്തോ സ്വദേശത്തോ മെഡിക്കൽ പരമായിട്ടുള്ള എന്തൊരു സംഗതിക്കും പഠിക്കാൻ വിടുന്നതിന് മുമ്പ് അത് ഡോക്ടറിന്റെ അടുത്ത് തന്നെ അഡ്മിഷൻ എടുക്കണമെന്നൊന്നുമില്ല. എവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഉപദേശം, ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ഹസനെ ഒന്ന് വിളിക്കുക. ഈ ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ വിവരങ്ങൾ തിരക്കണം. എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുന്നതുള്ളൂ. നമ്മുടെ ഒരു ഷെയർ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടും. അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ. ഇപ്പോൾ നിങ്ങൾ MBBS അബ്രോഡ് പഠിക്കാനാണ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിനും നിങ്ങൾക്കും നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയവും നഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ഡോക്ടർ SOS എന്നുള്ള ഈ ഒരു ഞങ്ങളുടെ ഗ്രൂപ്പിന് വഴിയെ MBBS അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമ്മൾ ഏത് മേഖലകളിലും നമ്മളൊരു ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ അതാത് മേഖലകളിലുള്ള അതിലെ വിദഗ്ധന്മാരുടെ കൂടെയാണ് നമുക്ക് ആ ഫൈനലി ട്രെയിനിങ് നമ്മൾ ഉറപ്പുവരുത്താറ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ MBBSന് പോവുകയാണെങ്കിൽ ഡോക്ടർമാരല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ MBBS അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും സക്സസ്ഫുൾ ഡോക്ടറായിട്ട് മാറാം. എന്നാൽ ഞങ്ങൾ 500-ൽ കൂടുതൽ കുട്ടികളെ MBBS പഠിക്കാൻ കൊണ്ടുപോയി അവരൊരു വെരി സക്സസ്ഫുൾ ഡോക്ടറാക്കി ഇപ്പം നാട്ടിലും വിദേശത്തായിട്ട് അവർക്ക് ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനടക്കം ഒരു 1000-ൽ പരം കുട്ടികളെ ക്ലിനിക്കൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത്
ഇപ്പം കുട്ടികളെ സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കുട്ടികൾക്ക് അഡ്മിഷനും അവരുടെ സ്റ്റഡീസും എക്സാമും ഒക്കെ വളരെ എളുപ്പത്തിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഞങ്ങളും ആ കോളേജുമായിട്ടുള്ള ടൈപ്പ് ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ പവർഫുള്ളാണ്. അപ്പം ഈ വർഷം ആരെങ്കിലും MBBS അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യണം. വിഷ് യു വെരി ഗുഡ് ലക്ക്.